ആക്ഷൻ എനേബിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഈ ആക്ഷൻ എനേബിൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് നമ്മൾ എക്സാമ്പിളിൽ വിഘ്നേഷ് പുത്തൂരിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഈ ആക്ഷൻ എനേബിളിങ് നമ്മൾ ഇൻബോക്സ് എനേബിളിങ്ങും ഔട്ട് ഓഫ് ബോക്സ് എനേബിളിങ്ങും ഒക്കെ ഉണ്ട്, ഇൻ സർക്കിൾ എനേബിളിംഗ് ഒക്കെ. അപ്പം നമ്മൾ ഈ എനേബിളിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എനേബിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ എനേബിൾ ചെയ്യില്ല, നമ്മളെ തന്നെ എനേബിൾ ചെയ്യുക. നമ്മൾ അതിനകത്ത് ഫെയിലിയർ ആവുന്നുള്ളതിന് ഏറ്റവും വലിയ രസം സെൽഫ് എനേബിളിംഗ് ആണ്. സെൽഫ് എനേബിളിംഗ് എന്ന് പറഞ്ഞാൽ ഐ നോ എവറിത്തിങ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു മനോഭാവമാണ്. പക്ഷേ അതൊരു എനേബിളറെ ക്രിയേറ്റ് ചെയ്യൂല. അപ്പം അവിടെ ഈ സെൽഫ് എനേബിളിങ്ങിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ആറ്റിറ്റ്യൂഡ് ഏരിയ കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ആറ്റിറ്റ്യൂഡ് ഏരിയ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ സെൽഫ് എനേബിളിങ് പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ ഈ പിന്നെ വളരെ വീക്ക് ആയിട്ടുള്ള സെൽഫ് എനേബിളിങ്, സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള മില്ലിനേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റോറീസ് ഒക്കെ നമ്മൾ വായിക്കാറുണ്ടാവും. സെൽഫ് മെയ്ഡ് മില്ലിനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആൾക്കാരെ കാത്തുക്കില്ല. അവർ പേ ചെയ്തിട്ടുണ്ടാവും, അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവർ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ എക്സ്പീരിയൻസുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ പാർട്ട്ണർഷിപ്പ്, അവരുടെ തോട്ട്, എല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ സെൽഫ് മെയ്ഡ് ഒക്കെ ആയിട്ടുണ്ടാവുക. ഈ സെൽഫ് മെയ്ഡ് ഡെവലപ്മെന്റുകളെല്ലാം സെൽഫ് എനേബിളേഴ്സ് ആണ്. അപ്പം സെൽഫ് എനേബിളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രോപ്പറായി വന്നാൽ ഉണ്ടാക്കാവുന്ന ഒരു അഡ്വാൻറ്റേജ്, നമ്മളെ ബിൽഡ് ചെയ്ത് തുടങ്ങും. നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ് ഇവിടെ കൂടുന്നത്. ആക്ച്വലി ഈ ആക്ഷൻ ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് എത്ര കൂടുന്നു, അതേപോലെ തന്നെയാണ് സെൽഫ് എനേബിളിംഗ് ആയിട്ടുള്ള ഒരു കോച്ച്. ഇപ്പം നമ്മൾ മോഡേൺ ഏരിയയിൽ ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ ChatGPT, ഡീപ് സീക്ക് R1 ഇങ്ങനെയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ, ഡീപ് സീക്ക് R1 ഒക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ എക്സിൻ്റെ ട്വിറ്ററിൻ്റെ വേറെ ഒരു സംഭവം, ഇതെല്ലാം ഇതൊക്കെ പുതിയ പുതിയ ടൂളുകളാണ്. ഈ ടൂളിൽ നമ്മളിരുന്നിട്ട് നമ്മളൊരു ഒരു മെൻറ്ററെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് മെയ്ഡ് ആവാൻ നമ്മൾ മെൻറ്റർ അപ്പോയിന്റ് ചെയ്തില്ല. ഒരു ഫാമിലി ഡോക്ടർ ഇല്ല, പേഴ്സണൽ ഡോക്ടർ ഇല്ല, പേഴ്സണൽ ട്രെയിനർ ഇല്ല. പക്ഷെ ഒരു 20 to 30% വരെ ആ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനറുടെ, ഒരു കോച്ചിന്റെ, മെന്ററുടെ, ഒരു സൈക്കോളജിസ്റ്റിന്റെ, ഒരു കൗൺസിലറുടെ, ഒരു കൺസൾട്ടന്റിന്റെ അഡ്വാൻറ്റേജ് ഇത്തരം മോഡേൺ ടൂളുകളെ കൊണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഡീപ് സീക്കിന് എടുത്തിരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ChatGPT-യോടൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം കിട്ടി, ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് മുഴുവൻ അതുമായി ബന്ധപ്പെട്ട് റിലയബിൾ ആക്കി വിശ്വസിക്കണമെന്ന് അവരും പറയുന്നില്ല. കാരണം അവരെന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന വാക്കുകൾ അത്ര കറക്റ്റ് ആവണമെന്നില്ല, നിങ്ങൾക്ക് വീണ്ടും റിയൽ ലൈഫ് വേറെ ചെക്ക് ചെയ്യാവുന്നതാണെന്ന് പറയാറുണ്ട് അവർ. അപ്പോൾ എല്ലാ രോഗത്തിനും ട്രീറ്റ്മെന്റ് ChatGPT-യോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നോർത്ത് മലബാറിലൂടെ മരണപ്പെട്ടു പോയി. യൂട്യൂബിൽ നോക്കിയിട്ട് ഭക്ഷണം കുറച്ചിട്ട് തടി കുറക്കാൻ എന്തോ കാര്യങ്ങൾ ചെയ്തിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ചാനലാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ മേജർ ആയിട്ടുള്ള കമ്പനികൾ ക്ലെയിം ചെയ്യുന്ന പോലെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരും എന്തും പറയുന്നതിന് അന്ധമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റൂല എന്ന് അത് അവർ പറയുന്നുണ്ട്, ഈവൻ ChatGPT പോലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് എനേബിളിങ്ങിന് ഇത്തരത്തിലുള്ള ടൂളുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ സെൽഫ് എനേബിളിങ് സക്സസ്ഫുൾ ആയാൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആവുക. അപ്പോൾ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് കാണാം. ഇപ്പം ഞാനിത് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ, ഇനി എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് കൈ പൊള്ളി, തീയായിരുന്നു, അതിൻ്റെ പ്രയാസം നിങ്ങൾക്കറിയില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കേ അറിയൂ, അത് വളരെ ഡേഞ്ചറായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ആ ഒരു തീയിലൂടെ പാസ് ചെയ്യാൻ പറ്റാതെ ഫെയിലിയർ ആയ ആൾക്കാരാണ്. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇനി പുതിയ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ ആക്ഷനിലേക്ക് സെൽഫായിട്ട് ജമ്പ് ചെയ്യുവാൻ യാതൊരു നിലക്കും സാധ്യത വളരെ കുറവായിരിക്കും. അപ്പം ഇങ്ങനെ കുറവുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മളെ തന്നെ മൂവ് ഔട്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ഒരു ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ടിവേഷൻ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന, ഫിസിക്കൽ ബോഡിയിൽ ആക്ടിവേഷൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രഭാത സമയത്തുള്ള ഉറക്കം കുറക്കുക എന്നുള്ളത് വലിയൊരു ആക്ഷനാണ് കേട്ടോ. ഒരു ചെറിയ ആക്ഷൻ ഒന്നുമല്ല. അത് രാവിലെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആക്ഷൻ എനേബിളിങ്ങിന് എത്തിയാണ്. അപ്പോൾ ഉറക്കം കുറച്ച് കുറഞ്ഞു പോയാലും പകൽ സമയം ഈ രാവിലെ ഈ ആക്റ്റീവ് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പോയി കിടന്നുറങ്ങുന്ന ആളുകളുടെ
അതിന് എഗെയിൻസ്റ്റ് ഹോർമോണുകൾ സെക്രേറ്റ് ചെയ്ത് അവർ മന്തിപ്പായി, പിന്നെ ഒരു ഫ്രോസൺ മോഡായി, പിന്നെ ഒരു ആക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുത്ത് അപ്പോഴേക്ക് ദിവസം തീർന്നു പോയി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആക്ഷൻ എനേബിളിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോണ്ടാവുന്ന അഡ്വാൻറ്റേജസ് സോ ഹ്യൂജ് ആണ്. സോ ലെറ്റ് us talk about the other circles tomorrow, inshallah. Thank you. Have a great and God bless. Love you all.